Good afternoon. Good afternoon. Okay. Good afternoon. Good afternoon. Prayer ആരെങ്കിലും prepared ആണോ? Okay. ആരും prepared അല്ലേ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. Just ഒരു 2 minutes silent prayer കേട്ടോ. 2 minutes കേട്ടോ. Okay. Okay. അപ്പൊ നമ്മള് ഏത് ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തോണ്ടിരുന്ന ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും അസൈൻമെന്റ് തന്നിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഏത് ചാപ്റ്റർ ഡിസ്കസ് ചെയ്തോണ്ടിരുന്നേ? ഇല്ല മിസ്, ഇല്ല. ഏത് ചാപ്റ്റർ ആണ് ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്? നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ. കംപ്ലീറ്റ് ചെയ്തോ അത്? ഇല്ല, സൈക്കിക് ഫേക്കു അവിടെ അതിന് മുന്നേ വരെയായി. ഇനി ടൈപ്സ് ഓഫ് ഡീവിയേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെ? ടൈപ്പ് ഓഫ് ഡീവിയേഷൻ അത് ഒരു പാരഗ്രാഫ് എടുത്തു. പിന്നെ അടുത്ത പേജിലെ സൈക്കിക് ഫ്യൂഗ്. സൈക്കിക് ഫ്യൂഗ് ടൈപ്സ് ഓഫ് ഡീവിയേഷനിൽ വരുന്ന 7 ടൈപ്സ് ഓഫ് ഡീവിയേഷൻസ് നമ്മൾ കോമൺ ആയിട്ട് 3 ക്ലാസിഫൈ ചെയ്തു. ഇനി അതില് ഡീവിയേഷനിൽ 7 ടൈപ്സ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തത് സൈക്കിക് ഫ്യൂഗ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, കെട്ടുപൊട്ടിലെ പട്ടം പോലെ. പേജ് നമ്പർ ആണോ? എടുത്തതായിരുന്നു. കംപ്ലീറ്റ് ആയി. ചാപ്റ്റർ കംപ്ലീറ്റ് ആയോ? അതെ. ഞാൻ അങ്ങനെ എന്റെ ഒരു ഓർമ്മയിലും കംപ്ലീറ്റ് ആയി എന്നുള്ള രീതിയിലാണ്. കംപ്ലീറ്റ് ആണ് മിസ്, കംപ്ലീറ്റ്. ഓക്കെ, ഞാനത് കംപ്ലീറ്റ് ആയി എന്നുള്ള രീതിയിൽ ഇരിക്കണേ കേട്ടോ. നമ്മളിപ്പോ യൂണിറ്റ് 6 മൂവ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ നമ്മള് പഠിച്ചത് യൂണിറ്റ് 5 എന്ന് പറഞ്ഞാല് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ. അപ്പൊ ഈ യൂണിറ്റ് 5ന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് യൂണിറ്റ് 6. സോ നമുക്ക് യൂണിറ്റ് 5നെ കുറിച്ച് പറയാം. അതിൽ നമ്മൾ ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവരെ നോർമലൈസ്ഡ് ആക്കുന്നത് എന്നാണ് നമ്മൾ അവിടെ പഠിച്ചത് നോർമലൈസേഷൻ പറഞ്ഞത്. ജസ്റ്റ് പറഞ്ഞുള്ളൂ. ത്രൂ എങ്ങനെയാണ് അവർ നോർമലൈസ്ഡ് ആക്കുന്നത്? ത്രൂ വർക്കിംഗ്. ത്രൂ വർക്കിങ്ങിലൂടെയാണ് നമ്മൾ ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നോർമലൈസ്ഡ് ആക്കി മാറ്റുന്നത്. സോ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ നോർമലൈസേഷൻ എന്ന് പറയുന്നത്. ഈ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ കൂട്ടത്തെ നമ്മൾ പറയുന്ന പേരാണ് സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻസ്. എന്താണ് പറയുന്നത്? സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ ആൻഡ് സൊസൈറ്റി ബൈ കൊഹീഷൻ എന്നും കൂടി പറയാറുണ്ട്. എന്താണ് പറയുന്നത്? സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ ആൻഡ് സൊസൈറ്റി ഓഫ് കൊഹീഷൻ. ഈ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയുന്നത്. ഈ കുട്ടികൾ തമ്മിൽ നല്ല കെട്ടുറപ്പുണ്ടാവും. നല്ല ഒരു എന്താ പറയുക, നല്ലൊരു ഭയങ്കര കെട്ടുറപ്പായിരിക്കും. ദേ ആർ ക്ലോസ് ടു ഈച്ച് അതർ, ദേ ആർ ലവിങ് ടു ഈച്ച് അതർ. നിങ്ങൾ തമ്മിൽ നല്ല ഹാർമണി ആയിരിക്കും, നല്ല ഷെയറിംഗ് ഹാബിറ്റ്സ് ആയിരിക്കും. ഇതെല്ലാം കണ്ടുവരുന്ന ശീലങ്ങളാണ് നമ്മളുടെ മോണ്ടിസോറി ക്ലാസ് റൂമിലെ കുട്ടികൾ തമ്മിൽ. അപ്പോ ഈ ഒരു ടൈം ആവുമ്പോഴേക്കും, നമ്മൾ ഈ ഒരു പോർഷനിലേക്ക് എത്തുമ്പോഴേക്കും നിങ്ങൾ ഈ മോണ്ടിസോറി ബാച്ചിലുള്ള കുട്ടികളും ഈ ഒരു രീതിയിലേക്ക് വരും. സൊസൈറ്റി ഓഫ് കൊഹീഷനിലേക്ക് വന്നിട്ടുണ്ടാകണം. കാരണം നമ്മുടെ ക്ലാസ്സും ഈ കാര്യങ്ങളൊക്കെ പറയുന്ന രീതിയിൽ നിങ്ങളും എന്താണ്, നല്ലൊരു കെട്ടുറപ്പുള്ള, നല്ല മ്യൂച്വൽ ഹെൽപ്പ് ഒക്കെ ഉള്ള കുട്ടികളായിട്ട് മാറിയിട്ടുണ്ടാവണം. അങ്ങനെ മാറുന്നതാണ്. സോ നമ്മൾ ഇനി ഡീൽ ചെയ്യാൻ പോകുന്നത്
ചാപ്റ്ററിന്റെ പേര് യൂണിറ്റ് 6 സൊസൈറ്റി ഓഫ് കോഹീഷൻ ആണ്. നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. ഇൻ എ മോണ്ടിസോറി ക്ലാസ് റൂം, ഒരു മോണ്ടിസോറി ക്ലാസ് റൂമിലാണെങ്കിൽ ചിൽഡ്രൻസ് ആർ പ്രൊവൈഡ് വിത്ത് എൻവയോൺമെന്റ് കേപ്പബിൾ ഓഫ് ബീങ് nourished. Teachers is careful about various stages of development of child and help him with his internal needs. നമുക്കറിയാം മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ ആ കുട്ടികളുടെ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഡെവലപ്മെന്റ്സ് നടത്തുന്നത് നമ്മുടെ ക്ലാസ് റൂമിൽ വെച്ചിട്ടായിരിക്കും. സോ ടീച്ചർ അത് പ്രോത്സാഹിപ്പിക്കണം. കുട്ടികൾ എഴുതാൻ തുടങ്ങുന്നത്, പഠിക്കാൻ തുടങ്ങുന്നത്, ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നത് എവിടെയായിരിക്കും? മോണ്ടിസോറി ക്ലാസ് റൂമിൽ നടക്കും. സോ നമ്മുടെ കുട്ടികളുടെ ഇന്റേണൽ നീഡ്സ് അനുസരിച്ച് നമ്മൾ അവരെ എന്ത് ചെയ്യണം? ഹെൽപ്പ് ചെയ്യണം. അപ്പം ശരിക്കും പറഞ്ഞാൽ മോണ്ടിസോറിയിലേക്ക് വരുമ്പോൾ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണ്ട? കൈയൊക്കെ പിടിച്ചിങ്ങനെ ആൽഫബറ്റ്സ് ഒക്കെ എഴുതിക്കില്ലേ? അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അവർ ഓട്ടോമാറ്റിക്കലി ട്രെയിൻഡ് ആകും. അവരെങ്ങനെയാണ് എഴുതേണ്ടത്, എങ്ങനെയാണ് അക്ഷരങ്ങൾ എഴുതേണ്ടത്, എങ്ങനെ അത് പെൻ പിടിക്കണം, പെൻ ഹോൾഡ് എങ്ങനെ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. ഫ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഉണ്ട്. മോണ്ടിസോറിയിൽ ഫ്രീ റൈറ്റിംഗ് ബോർഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നത് കുട്ടികളെ കൊണ്ട്. സോ ഈ കുട്ടികൾക്ക്, നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂമിലെ കുട്ടികൾക്ക് ക്ലാസ് റൂമിന്റെ അകത്ത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് പറ്റും. എന്നുവെച്ചാല് അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്ത് അത് അവർക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഫ്രീഡം നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്, മോണ്ടിസോറി ക്ലാസ് റൂമിൽ കൊടുക്കുന്നുണ്ട്. Thus the children is able to work as per his will. അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. So his mental and physical energy work in unison. അതുകൊണ്ട് തന്നെ അവരുടെ മെന്റൽ എനർജി, ഫിസിക്കൽ എനർജി എങ്ങനെയാണ്? ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഏതൊരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടല്ലോ, മെന്റൽ എനർജി ആൻഡ് ഫിസിക്കൽ എനർജി. സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി, അതെവിടെ പഠിച്ചത്? അതിനൊരു തോട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. സൗണ്ട് മൈൻഡ് ഈസ് ഓൺലി ഇൻ എ സൗണ്ട് ബോഡി പഠിച്ചിട്ടുണ്ടായിരുന്നോ? മെന്റൽ ഹെൽത്തിലായിരുന്നു തോന്നുന്നുണ്ട് അല്ലേ? അപ്പോ നല്ല ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമാണ് ആരോഗ്യമുള്ള മനസ്സുണ്ടാകുക എന്നാണ് അവിടെ പഠിച്ചത്. ഇവിടെ പറയുന്നത് നമ്മൾ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഫിസിക്കൽ ആൻഡ് മെന്റൽ എനർജി യൂണിസൺ ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞാല് നമ്മളുടെ ഫിസിക്കൽ എനർജിയും മെന്റൽ എനർജിയും ഒരുമിച്ചാണെങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. സോ ഞാൻ നിങ്ങളോട് പറയാണ്, ഞാൻ ഈ ഒരു പോർഷൻ പറയുമ്പോൾ പറയാറുള്ള ഡയലോഗാണ്, ഏറ്റവും ഭാഗ്യം ചെയ്തവരെ ആരാന്നറിയാവോ? നമ്മുടെ പാഷൻ എന്താണോ അത് തന്നെ പ്രൊഫഷൻ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ 100% നമ്മൾ ആ ചെയ്യുന്ന ജോബിൽ നമുക്ക് ആ റിസൾട്ട് കാണാനായിട്ട് പറ്റും. നിങ്ങൾ ഓരോരുത്തരുടെയും പാഷൻ എന്താണ് അത് തന്നെയാണ് നിങ്ങൾക്ക് ജോലി അല്ലെങ്കിൽ വർക്കായിട്ട് കിട്ടുന്നെങ്കിൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരിക്കും. കാരണം എന്നെ സംബന്ധിച്ച് എന്റെ പാഷൻ എന്ന് പറഞ്ഞാൽ ടീച്ചിങ് ആണ്. അപ്പോ എനിക്ക് ജോബും എന്താണ്? ടീച്ചിങ് ആണ്. സോ എനിക്കെന്ന് വെച്ചാല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടീച്ചിങ് ചെയ്യാൻ, പഠിപ്പിക്കുക എന്നുള്ളത് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യം. അതേപോലെ തന്നെ നിങ്ങളുടെ പാഷൻ സെലക്ട് ചെയ്ത് ഈ ഒരു മേഖലയിലേക്ക് വന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പൊ നിങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ, നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ 100% എഫേർട്ട് ആയിരിക്കും ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ എന്റെ മെന്റൽ എനർജി, ഫിസിക്കൽ എനർജി ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. കാരണം അപ്പോ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അങ്ങനെയാണ്, മെന്റൽ എനർജി ഫിസിക്കൽ എനർജി ഒരുമിച്ചാണ് വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ 100% റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെയാണ് ഒരു കുട്ടി, അവന്റെ മെന്റൽ എനർജി ഫിസിക്കൽ എനർജി ഒരുമിച്ചാണ് വർക്ക് ചെയ്യണമെങ്കിൽ ആ കുട്ടി പെട്ടെന്ന് ആരായിട്ട് മാറും? അങ്ങനെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടി പെട്ടെന്ന് നോർമലൈസ്ഡ് കുട്ടിയായിട്ട് മാറും, നോർമലൈസ്ഡ് ചിൽഡ്രൻ ആയിട്ട് മാറും. Thus, the child is able to work as per his will, so his mental and physical energy work in unison and the child become normalized. അങ്ങനെ ഒരുമിച്ച് മെന്റൽ എനർജി ഫിസിക്കൽ എനർജി ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്നതിലൂടെ കുട്ടി നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ട് മാറും. When the children are normalized, it is possible to give them perfect freedom in the class. ആ കുട്ടികൾ നോർമലൈസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ പെർഫെക്റ്റ് ഫ്രീഡം നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. And it have the perfect discipline from them. അവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. This is the society of new children. ഇങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ, ഓർ വേറൊരു പേരും കൂടി പറയുമല്ലോ, സൊസൈറ്റി ബൈ കൊഹീഷൻ. എന്തൊക്കെയാണ് പറയുന്നത്? സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ, സൊസൈറ്റി ബൈ കൊഹീഷൻ.
മാർക്ക് ചെയ്യാട്ടോ. രണ്ടുപേരും മാർക്ക് ചെയ്ത് വെക്കുക. സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ ആൻഡ് സൊസൈറ്റി ഓഫ് കൊഹീഷൻ. അങ്ങനെയാണ് മോണ്ടിസോറി പറയുന്നത്. This is something formed by an attraction between and among the children. ഇതെങ്ങനെ സംഭവിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നോർമലൈസ്ഡ് ആകുന്നതിലൂടെ കുട്ടികൾ തമ്മിൽ നല്ലൊരു അട്രാക്ഷൻ അല്ലെങ്കിൽ അവർ തമ്മിൽ നല്ലൊരു ഒത്തൊരുമ, നല്ല കോർഡിനേഷനിലൂടെയാണ് ഈ ഒരു കൂട്ടം സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ ആയിട്ട് മാറുന്നത്. ഇറ്റ് ഈസ് നാച്ചുറൽ ആൻഡ് സ്പോണ്ടേനിയസ് പ്യൂരിഫിക്കേഷൻ ഓഫ് കൊഹീഷൻ. കൊഹീഷന്റെ കെട്ടുറപ്പിന്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ് ഈ സൊസൈറ്റി ബൈ കൊഹീഷൻ ആയിട്ട് മാറുന്നത്. ചിൽഡ്രൻസ് ആർ ഏബിൾ ടു അറ്റൈൻ സച്ച് കൊഹീഷൻ വിച്ച് ബിക്കോസ് ദേ ആർ. എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ നല്ലൊരു കെട്ടുറപ്പിലേക്ക് വരാൻ കാരണം? അവരിൽ നല്ല എന്താണ് പരിശുദ്ധമായ സ്നേഹമാണ്, ഫുൾ ഓഫ് ലവ്, സിമ്പതി. മറ്റു കുട്ടികൾ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് റെക്ടിഫൈ ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു സിമ്പത്തറ്റിക് ആയിട്ടുള്ള മൈൻഡ്, ഫീൽ ഫോർ അതേഴ്സ്, മറ്റുള്ളവരോടുള്ള ഒരു ഫീലിംഗ്, സ്നേഹം, ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് എന്ത് വരുന്നത്, ഈ ഒരു കാര്യം ഡെവലപ്പ് ചെയ്ത് വരുന്നത്, സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ ആയിട്ട് മാറുന്നത് അവർ. Therefore, we should help them foster these qualities by giving them right environment and condition. അപ്പോൾ ഇങ്ങനത്തെ ക്വാളിറ്റീസ് കുട്ടികളിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് നല്ല എൻവയോൺമെന്റ്, റൈറ്റ് എൻവയോൺമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മോണ്ടിസോറി എൻവയോൺമെന്റ് ആണ്. ആൻഡ് നല്ല ഒരു കണ്ടീഷനും നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, സൊസൈറ്റി ഓഫ് കൊഹീഷൻ ആണ് ചാപ്റ്റർ നമ്മൾ പറയുന്നത്. മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരുന്ന കുട്ടികൾ എപ്പോഴും ഡീവിയേറ്റഡ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഡീവിയേഷൻസ് ഉള്ള കുട്ടികളായിരിക്കും. നമ്മൾ ടീച്ചേഴ്സ് അവരെ വർക്ക് ചെയ്യുന്നതിലൂടെ, റിപ്പീറ്റ് ആയിട്ട് ആ വർക്ക് ചെയ്യിക്കുന്നതിലൂടെ ഈ കുട്ടികളെ നമ്മൾ നോർമലൈസ്ഡ് കുട്ടികളായിട്ട് മാറ്റുന്നു. ഈ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ കൂട്ടത്തെ നമ്മൾ എന്ത് പറയുന്നു? ആ ഒരു ക്ലാസ്സിനെ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ ആൻഡ് സൊസൈറ്റി ബൈ കൊഹീഷൻ. അപ്പൊ ഇവർ നോർമലൈസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കുട്ടികൾക്ക് ഫുൾ ഫ്രീഡം, ക്ലാസ് റൂമിൽ ഫുൾ ഫ്രീഡം കൊടുക്കാനും അവർക്ക് അതിനനുസരിച്ച് അവരുടെ ഇഷ്ടമുള്ള വർക്കുകൾ ചെയ്യാനുള്ള ഫ്രീഡം ഒക്കെ നമുക്ക് അലോ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ അലോ ചെയ്യുന്ന അതങ്ങനെ ഓട്ടോമാറ്റിക്കലി വന്നോളും. ദെൻ നമ്മളുടെ ഭാഗത്തുനിന്ന് വേണ്ടത് ജസ്റ്റ് ഒരു സൂപ്പർവിഷൻ മാത്രമാണ് ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് വേണ്ടത്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ കുട്ടികളുടെ മെന്റലും ഫിസിക്കൽ എനർജിയും ഒരുമിച്ച് യൂണിസനോടുകൂടി വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അതുവഴി കുട്ടികളിൽ നല്ലൊരു കെട്ടുറപ്പ്, ഫുൾ ഓഫ് ലവ്, സിമ്പതി, ഫീലിംഗ് ഫോർ അതേഴ്സ്, പേഷ്യൻസ്, കോൺസെൻട്രേഷൻ, നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിലുള്ള കോൺസെൻട്രേഷൻ, ഡിസിപ്ലിൻ, ഫ്രീഡം, അങ്ങനെ ഒരുപാട് ഡിസിപ്ലിൻ, ഒബീഡിയൻസ്, ഒരുപാട് ക്വാളിറ്റീസ് ഈ കുട്ടികളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇതെല്ലാം ഈ കുട്ടികളുടെ റിസൾട്ട് ആണ്, നോർമലൈസേഷന്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് ഈ പറഞ്ഞ ക്വാളിറ്റീസ്. എന്തൊക്കെയാണ്? പേഷ്യൻസ്, കോൺസെൻട്രേഷൻ, ഹാർമണി, മോറൽ ഹെൽപ്പ്, ദെൻ പിന്നെ ഡിസിപ്ലിൻ, ഒബീഡിയൻസ്, ഇതെല്ലാം ആ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന എന്താണ്? ഫ്രീഡം ആണ്. ഓക്കെ, അല്ലെങ്കിൽ ക്വാളിറ്റീസ് ആണ്. നമ്മള് ഫ്രീഡവും അതേപോലെ തന്നെ നല്ല സൂപ്പർവിഷനിലൂടെയും കുട്ടികളിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ ക്വാളിറ്റീസ് ആയിട്ട് പറഞ്ഞത്. ഇനി കൊഹീഷൻ കുറച്ച് കാര്യങ്ങളുടെ ബേസിലാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ബേസ്ഡ് ഓൺ ഫോളോയിങ് പറയുന്ന കാര്യങ്ങളിൽ കൊഹീഷൻ ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ ബേസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രനിൽ കണ്ടുവരുന്ന കുറച്ച് ക്വാളിറ്റീസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ കുട്ടികള് റെസ്പെക്ട് ഫോർ ദ റൈറ്റ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ റൈറ്റ്സ് റെസ്പെക്ട് ചെയ്യുന്ന കുട്ടികളായിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കുട്ടി ചിലപ്പോ വൺ പെയറെ നമുക്ക് മോണ്ടിസോറി മെറ്റീരിയൽസ് ഒരു ക്ലാസ് റൂമിൽ ഉള്ളെങ്കിൽ ആ ഒരു പെയർ മറ്റൊരു കുട്ടി സെലക്ട് ചെയ്തു, പക്ഷെ ഈ കുട്ടിക്ക് ആ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരിക്കലും അവനോട് പോയി തല്ല് പിടിക്കാനോ പോർട്രേറ്റിനോ ഒന്നും നമ്മുടെ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ നിൽക്കില്ല. അവൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ നല്ല പേഷ്യൻസോട് കൂടി നല്ല രീതിയിൽ അത് വെയിറ്റ് ചെയ്യും. ആ കുട്ടി ആ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ പ്ലേസിൽ കൊണ്ടുവന്ന് വെക്കുന്നത് വരെ ഈ കുട്ടി നല്ല രീതിയിൽ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യും. സോ ഓട്ടോമാറ്റിക്കലി ഞാൻ പറഞ്ഞ പോലെ അവരിൽ എന്ത് പേഷ്യൻസ് ഡെവലപ്പ് ചെയ്ത് വരാണ്. സോ അവർക്കറിയാം ഈ മെറ്റീരിയൽസ് നമ്മളുടേത് മാത്രമല്ല മറ്റുള്ളവർക്കും യൂസ് ചെയ്യേണ്ടതാണ് എന്നുള്ള കാര്യങ്ങൾ ആർക്കറിയാം? കുട്ടികൾക്ക് അറിയാം. സോ അവര്
ഓരോരുത്തരുടെ റൈറ്റ്സും റെസ്പെക്ട് ചെയ്ത് തുടങ്ങും. അതേപോലെ അവർ ചെറുപ്പത്തിലെ അങ്ങനെ റെസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ മുതിർന്നു കഴിഞ്ഞാലും അവർക്ക് പുറത്തേക്ക് വരുമ്പോൾ മോണ്ടിസോറി ക്ലാസ് റൂമിൽ പുറത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ പുറത്തേക്ക് വരുമ്പോൾ ഈ കുട്ടികൾക്കും മറ്റുള്ളവരുടെ റൈറ്റ്സ് എന്തൊക്കെയാണ്, അവർക്ക് അതിന് റൈറ്റ്സ് ഉണ്ട്, അവരുടെ റൈറ്റ്സിനെയും റെസ്പെക്ട് ചെയ്യാനായിട്ട് അവർ പഠിച്ചിട്ടുണ്ടാവും. സോ അതേപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളോ തർക്കങ്ങളോ ഉണ്ടെങ്കിൽ ഈ കുട്ടികൾ തന്നെ നമ്മൾ ഇടപെടണ്ട, നമ്മൾ ടീച്ചേഴ്സ് ജസ്റ്റ് ഒബ്സർവ് ചെയ്താൽ മതി എന്താണ് അവർ തീരുമാനിക്കുന്നത്. നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ കാര്യമാണ്, ഡിവിയേറ്റഡ് അല്ല. നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ പ്രോബ്ലം ഓട്ടോമാറ്റിക്കലി അവർ തന്നെ സോൾവ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്ക് നോക്കാം. റെസ്പെക്ട് ഫോർ ദ റൈറ്റ്സ് ഓഫ് അതേഴ്സ്. ഓക്കെ, there are normally dispute between children over materials and many other situations. കുട്ടികൾ തമ്മിൽ മെറ്റീരിയൽസിനും എന്തുണ്ടാവാറുണ്ട്, ഒരുപാട് കോൺഫ്ലിക്റ്റുകളും പ്രശ്നങ്ങളൊക്കെ വരാനും ഡിസ്പ്യൂട്ടുകളൊക്കെ സംഭവിക്കാറുണ്ട്. However, children in Montessori school are capable of solving problem by themselves. അപ്പൊ മോണ്ടിസോറി സ്കൂളിലെ കുട്ടികളാണെങ്കിൽ അവർ ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അവർ തന്നെ സോൾവ് ചെയ്തോളും. ത്രൂ റെസിപ്രോക്കൽ കൺസെന്റ് ആൻഡ് എഗ്രിമെന്റ്. ഇതിന്റെ ബേസിലാണ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. റെസിപ്രോക്കൽ കൺസെന്റ് ആൻഡ് എഗ്രിമെന്റ്. ചിലപ്പോ പിന്താറിന് വേണ്ടിയിട്ടായിരിക്കും കുട്ടികൾ എന്ത് ചെയ്യുന്ന ഫൈറ്റ് കോൺഫ്ലിക്റ്റിലേക്ക് വരുന്നെങ്കിൽ ഓക്കെ ഞാൻ എന്ത് ചെയ്യണം, ഓക്കെയാണ് ആദ്യം ഈ കുട്ടി പിങ്ക് ടവർ യൂസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തോളാം, പിങ്ക് ടവർ യൂസ് ചെയ്തോളാം. കൺസെന്റ് റെസിപ്രോക്കൽ കൺസെന്റിന്റെയും എഗ്രിമെന്റിന്റെയും ബേസിലായിരിക്കും അവരെ പ്രശ്നങ്ങൾ പ്രോബ്ലംസ് എന്ത് ചെയ്യുന്നത് സോൾവ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറയുന്നതാണ് റെസിപ്രോക്കൽ ഹെൽപ്പ്. ഓക്കെ, നിങ്ങൾ ഹെൽപ്പ് എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ലൈഫിലൊക്കെ. നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് കിട്ടുന്ന ഒരു ഫാക്ട് ആണ് എന്ത് ഹെൽപ്പ്. ഈ ഹെൽപ്പ് എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മള് മിക്കവരെയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോ നമ്മള് അവരുടെ കഷ്ടതയുള്ള സമയത്ത് അല്ലെങ്കിൽ അവർക്ക് ആ ഹെൽപ്പ് നീടാവുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ. പക്ഷെ നമുക്കൊരു ഹെൽപ്പ് ആവശ്യമുള്ളപ്പോ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് വേറൊരു വ്യക്തിയായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ആൾക്കാർ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഇഫ് യു ഹെൽപ്പ് വൺ that will reflect them the same in another way. മറ്റുള്ളവരിലൂടെ നമുക്ക് ആ ഹെൽപ്പ് കിട്ടും. നമ്മളെ ഹെൽപ്പ് ചെയ്ത ആൾ തന്നെ നമ്മൾ ഹെൽപ്പ് ചെയ്യണമെന്നില്ല, പക്ഷെ വേറെ ഏതെങ്കിലും വഴിയിലൂടെ നമുക്ക് ആ ഹെൽപ്പ് ആ നീഡായിട്ടുള്ള സിറ്റുവേഷനിൽ നമുക്കൊരു കൈത്താങ്ങ് കിട്ടും നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ഓക്കെ, നോക്കാം. There would be such care between reciprocal help ആണ് പറയുന്നത്. നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ റെസിപ്രോക്കൽ ഹെൽപ്പ് എങ്ങനെയാ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾഡർ വൺസ് ആദ്യം നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികള് നമ്മൾ പറഞ്ഞു മോണ്ടിസോറി ക്ലാസ് റൂം പറഞ്ഞാൽ ഡിഫറെന്റ് ഏജിലും ഗ്രൂപ്പിലെ കുട്ടികൾ ഉണ്ടാവും. അപ്പൊ ഓൾഡർ വൺസ് മുതിർന്ന കുട്ടികള് യങ്ങർ വൺസിന് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ യങ്ങർ വൺസിന് ഹെൽപ്പ് കിട്ടിയാലോ ഈ യങ്ങർ വൺസ് എന്ത് ചെയ്യും, അവരുടെ കൂട്ടത്തിലുള്ള മറ്റു കുട്ടികളെയും ഹെൽപ്പ് ചെയ്യും. There would be such care between the children where the older ones will help the younger ones while the younger ones help each other. അപ്പൊ ഓൾഡർ വൺസ് എന്ത് ചെയ്യും, യങ്ങർ വൺസിനെ ഹെൽപ്പ് ചെയ്യും. ഈ യങ്ങർ വൺസ് അവരുടെ ഫ്രണ്ട്സിനെയും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ഹെൽപ്പ് എന്ത് ചെയ്യാണ്, റെസിപ്രോക്കൽ ഹെൽപ്പ് അവിടെ കിട്ടാണ്. They should show the respect and interest in each others. എല്ലാവരുടെയും വർക്കിലും അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ റെസ്പെക്ട് ചെയ്യാനും അവരുടെ റൈറ്റ്സ് റെസ്പെക്ട് ചെയ്യാനും അവർ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെ ഈ കുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടാക്കും. There would be admiration of each other's work. ഓരോരുത്തരും വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർ അപ്രീഷിയേറ്റ് ചെയ്യാനൊക്കെ അവർക്ക് ഓരോ ഇതുണ്ടാവും. And all this comes spontaneously and naturally from the children's. ഇത് നമുക്ക് സ്പോർട്ടിൽ ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് നാച്ചുറലി ഫോം ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓരോരുത്തരും വർക്ക് ചെയ്യുന്നത് അഡ്മയർ ചെയ്യുക അല്ലെങ്കിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ എന്താണ് ആ കുട്ടികളിൽ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് ആണ്. ദാറ്റ് ഈസ് യൂഷ്വലി ബിക്കോസ് അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾക്ക് ഫുൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ കുട്ടികൾ തമ്മിൽ കോമ്പറ്റീഷന്റെ ആവശ്യമില്ല. കോമ്പറ്റീഷൻ നമ്മളിവിടെ അലോ ചെയ്യുന്നില്ല. ഇവർ തമ്മിൽ നല്ല ഫ്രീഡം ഉണ്ട്. സോ that is usually because in a Montessori environment children are given freedom. നമ്മൾ കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുന്നുണ്ട്. Children need not to compete with each others. കുട്ടികൾ തമ്മിൽ കോമ്പറ്റ് ചെയ്യുന്നതായിട്ട് വരുന്നില്ല. കോമ്പറ്റീഷൻ നമ്മളിവിടെ പെർമിറ്റ് ചെയ്യുന്നില്ല.
നോ കോമ്പറ്റീഷൻ ഈസ് പെർമിറ്റഡ് ഇൻ ദ എൻവയോൺമെന്റ്. ഈ ഒരു എൻവയോൺമെന്റ് നമ്മൾ കോമ്പറ്റീഷൻ ഒന്നും പെർമിറ്റ് ചെയ്യില്ല. സോ നോർമലി ദിസ് പ്രിപ്പേഴ്സ്, ആ സ്പെല്ലിന് തെറ്റാണ്, പ്രിപ്പേഴ്സ് ആക്കിക്കോട്ടെ. ദിസ് പ്രിപ്പേഴ്സ് ടു വാണ്ട് ടു ഷെയർ ആൻഡ് ഹെൽപ്പ് വൺ അനദർ. സോ കോമ്പറ്റീഷൻ ഇല്ല, അപ്പൊ അവർ തമ്മിൽ ഹെൽപ്പിംഗ് മെന്റാലിറ്റി, ഷെയറിംഗ് മെന്റാലിറ്റി ഒക്കെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തോളും, ഡെവലപ്പ് ചെയ്തോളും. അപ്പോ നമ്മൾ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് റെസിപ്രോക്കൽ ഹെൽപ്പ് ആണ്. നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് ഡിഫറെന്റ് ഏജ്ഡ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിൽ ഓൾഡർ വൺസ്, നേരത്തെ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ അവരുടെ യങ്ങർ വൺസിനെ ഹെൽപ്പ് ചെയ്യുന്നതും, ഈ യങ്ങർ വൺസ് അവരിൽ വരുന്ന അവരുടെ കൂട്ടത്തിലുള്ള യങ്ങർ വൺസിനെയും ഇനി വരാൻ പോകുന്ന കുട്ടികളെയും അവരെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ കുട്ടികൾ തമ്മിൽ ഓരോ കുട്ടികളും ചെയ്യുന്ന വർക്ക് റെസ്പെക്ട് ചെയ്യാനും അവരുടെ ഇൻട്രസ്റ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉള്ളൊരു എന്തുണ്ടാവും, ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. ഇവര് ഓരോരുത്തരും വർക്ക് അഡ്മയർ ചെയ്യും, എന്ത് ചെയ്യും, അപ്രിഷിയേറ്റ് ഒക്കെ ചെയ്യും. ഇനി മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരാണെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് ഫുൾ ഫ്രീഡം എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഇവിടെ കോമ്പറ്റീഷൻ നമ്മൾ അലവ് ചെയ്യുന്നില്ല, അതിന് പകരം നമ്മൾ അവിടെ കണ്ടുവരുന്ന കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഷെയറിങ്, അതേപോലെ തന്നെ ഹെൽപ്പിംഗ് അതേഴ്സ്, ലവിങ്, ഹാർമണി, അങ്ങനെ ഒത്തിരി ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഈ കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഇതാണ് റെസിപ്രോക്കൽ ഹെൽപ്പ്. ഓക്കെ, ഇനി പറയുന്നത് മോറൽ ഹെൽപ്പ് ആണ്. എ ചൈൽഡ് പ്രൊവൈഡ് മോറൽ ഹെൽപ്പ് ടു അതർ ചൈൽഡ് ബൈ കംഫർട്ടിങ് ദം ഫോർ ബീയിങ് റോങ്, ഫോർ ബീയിങ് ബാഡ്. അവർ തെറ്റ് പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് തിരുത്തി കൊടുക്കും. കുട്ടികൾ തന്നെ അവരെ എന്ത് ചെയ്തോളും, അത് കറക്റ്റ് ചെയ്ത് കൊടുത്തോളും. ഡിഫറെന്റ് ഫ്രം ദ ചൈൽഡ് റിഗാർഡ് റോങ് ഡൺ ആസ് സംതിങ് ബാഡ് മിസ്റ്റേക്ക്, but rather regarded it is as misfortune, and one who had done this as a unfortunate one who should be comfort and helped. ഒന്നുമില്ല, വലിയ സെന്റൻസ് ഒക്കെ ആണെന്നുള്ളൂ, പക്ഷെ പറയുന്ന മീനിങ് സിമ്പിൾ ആണ്. ഒരു കുട്ടിക്ക് ഇപ്പൊ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടെന്ന് വിചാരിക്കും, അവൻ ആ മിസ്റ്റേക്ക് പറ്റിയപ്പോ അവന്റെ ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്തു. ദെൻ അവന്റെ ഫ്രണ്ട് അങ്ങനൊരു കാര്യം ചെയ്യുന്ന സമയത്ത് അവനെ തിരുത്തി കൊടുക്കൂലേ, അത്രേ ഉള്ളൂ. അപ്പോ ചിൽഡ്രൻസ് വിൽ ഇൻസ്പയർ വൺ അനദർ ടു ബി ഗുഡ്. അപ്പൊ ഒരു കുട്ടി ഒരു മിസ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ അത് തിരുത്തി കൊടുക്കാനായിട്ട് ആരെ മുൻകൈ എടുക്കും, ഈ കുട്ടികൾ തന്നെ മുൻകൈ എടുക്കും. സോ കുട്ടികൾ ഓരോരുത്തരും എങ്ങനെ നല്ല കുട്ടികളാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്പയർ ചെയ്യും. കാരണം നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മൾ റോൾ മോഡൽ ആയിട്ട് ആരെയാണ് കാണാറ്, മോണ്ടിസോറി ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ റോൾ മോഡൽ ആയിട്ട് ഓൾഡർ ചിൽഡ്രൻസിനെ, മുതിർന്ന കുട്ടികളെയാണ് യങ്ങർ ചിൽഡ്രൻസ് റോൾ മോഡൽ ആയിട്ട് കാണാറ്. അപ്പൊ ഓൾഡർ വൺസ് എന്താണോ പെർഫോം ചെയ്യുന്നത് അതേപോലെ തന്നെ ആയിരിക്കും അവിടെ യങ്ങർ വൺസും ആ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യും. സോ നമുക്ക് ഈ ക്വാളിറ്റീസ് അവരെ റോൾ മോഡൽ ആക്കും. ഓൾഡർ വൺസിനെ ഈ യങ്ങർ വൺസ് റോൾ മോഡൽ ആക്കുന്നതൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, the children will inspire one another to be good. അവര് നല്ല കുട്ടികളായിരിക്കാൻ വേണ്ടിയിട്ട് ഇൻസ്പയർ ചെയ്യും. ഇനി മിക്സ്ഡ് ഏജ് ഗ്രൂപ്പ്, നമ്മളുടെ ഗ്രൂപ്പിൽ മിക്സ്ഡ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയും, ഡിഫറെന്റ് ഏജിലുള്ള കുട്ടികൾ ഉണ്ടാവും. ഓൾഡർ ചിൽഡ്രൻ പ്രൊവൈഡ് ദ റോൾ മോഡൽ ഇൻ ദ ക്ലാസ്. അപ്പൊ മുതിർന്ന കുട്ടികളായിരിക്കും റോൾ മോഡൽ ആയിട്ട് നമ്മൾ കാണുന്നത്. ദ എക്സസൈസ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫ്, അതേപോലെ തന്നെ പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസ് എന്ന ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് പ്രാക്ടിക്കൽ ലൈഫിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അത് പ്രാക്ടിക്കൽ ഏരിയയിലാണ് വരുന്നത്. വിച്ച് ആ ആക്ടിവിറ്റീസ് ഒക്കെ വിച്ച് ഇൻസ്പയർ സോഷ്യൽ ഗ്രേസ് ആൻഡ് ക്യൂരിയോസിറ്റി ഹെൽപ്പ് ടു ഗെറ്റ് ദ ചിൽഡ്രൻ ഇൻ ടു കൊഹീസീവ് ഗ്രൂപ്പ്സ്. അപ്പൊ ഈ കുട്ടികൾ കൊഹീസീവ് ഗ്രൂപ്പിലേക്ക് വരാനായിട്ട്, നല്ല കെട്ടുറപ്പുള്ള ഗ്രൂപ്പിലേക്ക് വരാനായിട്ട് പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് സൊസൈറ്റിയിൽ പെരുമാറേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ ആ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസിന്റെ ഏരിയാസിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ മോറൽ ഹെൽപ്പാണ് പറഞ്ഞത്. നമ്മള് ആ ഒരു കുട്ടികൾ തന്നെ എന്ത് ചെയ്യും, കുട്ടികളോട് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ മിസ്റ്റേക്ക് തിരുത്തി എങ്ങനെയാണ് റൈറ്റ് ആയിട്ട് എങ്ങനെയാണ് ഗുഡ് ആയിട്ട് പെരുമാറുന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കും. ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ് ആയിട്ടുള്ള കുട്ടികളായതുകൊണ്ട് തന്നെ അവിടെ ഓൾഡർ വൺസ്, മുതിർന്ന കുട്ടികളായിരിക്കും യങ്ങർ വൺസിനെ കുറച്ചും കൂടി ഇൻസ്പിറേഷൻ. സോ അവരായിരിക്കും റോൾ മോഡൽ ആയിട്ട് കാണുന്നത്. അതേപോലെ തന്നെ നമ്മൾ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് എക്സസൈസ് ചെയ്യുന്നതിലൂടെ സോഷ്യൽ ഗ്രേസും ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഒക്കെ നമുക്ക് ഈ ഒരു ഗ്രൂപ്പിൽ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഹാർമണി, നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾ തമ്മിൽ നല്ലൊരു ഹാർമണി കാണാനായിട്ട് പറ്റും. നല്ല ഐക്യമായിരിക്കും അത് തമ്മിൽ. നമ്മൾ എത്ര ഫ്രീഡം കൊടുത്താലും അവരത് മിസ്യൂസ് ചെയ്യില്ല, കറക്റ്റ് ആയിട്ട് അവർ യൂട്ടിലൈസ് ചെയ്യും. അവർ ചെയ്യുന്ന വർക്കുകളൊക്കെ അവർ കറക്റ്റ് ആയിട്ട് ചെയ്യും.
ഹാർമണി ഇസ് എൻകറേജ്ഡ് ഇൻ ദ ക്ലാസ് ത്രൂ വർക്കിംഗ് ടുഗദർ. ഈ ഒരു ഹാർമണി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? വർക്കിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഡെവലപ്പ് ചെയ്യുന്നത്. ആസ് ദർ ഇസ് ഓൺലി വൺ സെറ്റ് ഓഫ് മെറ്റീരിയൽസ് ഇൻ എ ക്ലാസ്. നമ്മുടെ ക്ലാസ്സിൽ ഒരു സെറ്റ് മെറ്റീരിയൽ ഉള്ളൂ. A child who wants to use them will have to wait till the child who is using it has to finish and put it back in its place. അപ്പോൾ ഒരു കുട്ടി അവരുടെ മെറ്റീരിയൽസ് യൂസ് ചെയ്യണം. നമ്മുടെ ക്ലാസ്സിൽ ആകെ ഒരു മെറ്റീരിയൽസ് ഉള്ളൂ. ഒരു കുട്ടി അത് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടി വർക്ക് ചെയ്യുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. മറ്റു കുട്ടികൾ വെയിറ്റ് ചെയ്യും. ത്രൂ ദിസ് ചിൽഡ്രൻസ് ലേൺ എക്സസൈസ് ഓഫ് പേഷ്യൻസ് ആൻഡ് റെസ്പെക്ട്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കുട്ടികൾ പേഷ്യൻസും റെസ്പെക്റ്റും ചെറുപ്പത്തിലെ എന്ത് ചെയ്യാണ്? ഡെവലപ്പ് ചെയ്യാണ്. ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ വിച്ച് വെൽ ഗ്രാജുവലി ബ്രിങ്സ് അബൌട്ട് ഹാർമണി ഇൻ ദ ക്ലാസ്. അപ്പോ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ കുട്ടികളുടെ ഇടയിൽ നല്ലൊരു ഐക്യം ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ എന്താണ് പറഞ്ഞത്? ഹാർമണിയാണ് പറഞ്ഞത്. ഹാർമണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ തമ്മിൽ നല്ല ഐക്യമായിരിക്കും. അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിലൂടെ തന്നെ അവർക്ക് നല്ല ഐക്യം ഉണ്ടാവും, നല്ല കോർഡിനേഷൻ ഒക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ ചെറുപ്പത്തിലെ തന്നെ ഒരു പേഷ്യൻസും റെസ്പെക്റ്റും ഒക്കെ ചെറുപ്പത്തിലെ പഠിക്കും. അപ്പോൾ നമ്മള് വലിയ ഒരു മുതിർന്നു കഴിഞ്ഞാലും ഈ കുട്ടികളിൽ നല്ല പേഷ്യൻസ് ഉള്ള, നല്ല സമാധാനശീലനായിട്ടുള്ള, മറ്റുള്ളവരുടെ റൈറ്റ്സ് റെസ്പെക്ട് ചെയ്യുന്ന ഒരു ജനറേഷനെ വാർത്തെടുക്കാനായിട്ട് ആർക്കും പറ്റും? നമുക്ക് നമ്മുടെ ടീച്ചേഴ്സിന് പറ്റും. ഈ ഹാർമണിയുള്ള നല്ല കുട്ടികളെ വാർത്തെടുക്കാൻ പറ്റും. നമ്മളപ്പോൾ ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ സൊസൈറ്റി ഓഫ് കൊഹീഷൻ ആണ്. സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ കെട്ടുറപ്പാണ്. മോണ്ടിസോറി ക്ലാസ് റൂമില് നമ്മൾ വരുമ്പോഴേക്കും കുട്ടികളെല്ലാവരും നോർമലൈസ്ഡ് ആയിട്ട് ആയിരിക്കില്ല വരുന്നത്. ത്രൂ വർക്കിങ്ങിലൂടെ നമ്മൾ അവരെ എന്താക്കുന്നു? നോർമലൈസ്ഡ് ആക്കി മാറ്റുന്നു. നോർമലൈസ്ഡ് ആക്കുക എന്ന് പറയുമ്പോൾ ത്രൂ വർക്കിങ്ങിലൂടെയാണ്. അപ്പൊ വർക്ക് എന്ത് ബ്രിങ് ചെയ്യും? ഒരു കുട്ടിയില് വർക്ക് ചെയ്യുന്നതിലൂടെ ആ കുട്ടിയുടെ മെന്റൽ എനർജിയും ഫിസിക്കൽ എനർജിയും ഒരുമിച്ച് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് അത് തുടങ്ങി അത് നോർമലൈസ്ഡ് ആയിട്ട് മാറുകയും ചെയ്യും. ഈ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമുക്ക് പെർഫെക്റ്റ് ഫ്രീഡം, പെർഫെക്റ്റ് ഡിസിപ്ലിൻ ആയിരിക്കും അവരിൽ കാണുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ആ ഒരു കൂട്ടത്തിൽ നമ്മൾ മോണ്ടിസോറി പറയുന്നത് സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ ഓർ സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കുട്ടികൾ തമ്മിൽ നല്ല ഐക്യം ഉണ്ടാവും, നല്ല ലവിങ് ആയിരിക്കും, നല്ല ഷെയറിങ് ഹാബിറ്റ്സ് ഉണ്ടാവും, നല്ല സിമ്പത്തറ്റിക് മൈൻഡ് ആയിരിക്കും, ഫീലിംഗ് ഫോർ അതേഴ്സ്, നല്ല പേഷ്യൻസ് ഉള്ള, നല്ല കോൺസെൻട്രേഷൻ ഉള്ള, ഒബീഡിയന്റ് ആയിട്ടുള്ള, ഡിസിപ്ലിൻ ആയിട്ടുള്ള കുട്ടികളായിരിക്കും ഈ കുട്ടികൾ. സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ഇവരെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞത്. ഇവര് മറ്റു കുട്ടികളുടെ റൈറ്റ്സ് റെസ്പെക്ട് ചെയ്യും, റെസിപ്രോക്കൽ ഹെൽപ്പ്, മറ്റു കുട്ടികളെ ഹെൽപ്പ് ചെയ്യും, ഓൾഡർ വൺസ് യങ്ങർ വൺസിന് ഹെൽപ്പ് ചെയ്യുന്നു. മോറൽ ഹെൽപ്പ് പറഞ്ഞു, ഓൾഡർ വൺസ് ആയിരിക്കും യങ്ങർ വൺസിനെ റോൾ മോഡലായിട്ട് നിൽക്കുന്നത്. ഹാർമണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയെ വർക്ക് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യും. അവൻ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു മെറ്റീരിയൽ ആ പ്ലേസിൽ എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യാനുള്ള പേഷ്യൻസും പിന്നെ ഓരോ കുട്ടികളുടെയും റൈറ്റ്സ് റെസ്പെക്ട് ചെയ്യുന്നതിലൂടെ ഈ കുട്ടികളിൽ നല്ലൊരു ഐക്യം ഡെവലപ്പ് ചെയ്യാൻ, നല്ലൊരു ഹാർമണി ഡെവലപ്പ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതാണ് സൊസൈറ്റി ഓഫ് കൊഹീഷനിൽ എന്ന് പറഞ്ഞത്. ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ, ഒരു വേഗം ഒന്ന് റീഡ് ചെയ്ത് നോക്കട്ടെ.
റീഡ് ചെയ്ത് നോക്കിയോ? ഓക്കെ, കംപ്ലീറ്റ് ചെയ്തിട്ട് പറയണോ കേട്ടോ. റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് പറയണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ബാക്കിയുള്ളവരെ കഴിഞ്ഞോ? ഷാ, നന്ദന, കഴിഞ്ഞു അക്ഷയ. കഴിഞ്ഞു കഴിഞ്ഞു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ നമ്മള് സ്റ്റാറ്റിസ്റ്റിക്സ് ഇത് നോക്കാണ്. സൊസൈറ്റി ഓഫ് കൊഹേഷൻ കുട്ടികളിൽ കണ്ടുവരുന്ന കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഈ നോക്കുന്നത്. When there is such cohesion, the following can be perceived of students. കണ്ടുവരുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. എന്തെല്ലാം ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ കുട്ടികൾ കണ്ടുവരുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഈ കുട്ടികൾ തമ്മിൽ നല്ല കോപ്പറേഷൻ ഉണ്ടാവും. നമ്മളുടെ മോണ്ടിസോറി ക്ലാസ് റൂമില് നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ തമ്മിൽ നല്ല കോപ്പറേഷൻ ഉണ്ടാവും. ദേ കോപ്പറേറ്റ് വിത്ത് ഈച്ച് അതർ. അവർ വർക്ക് ചെയ്യുമ്പോൾ ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് വർക്കൊക്കെ ചെയ്യുമ്പോൾ അവര് ഭയങ്കരമായിട്ട് നല്ല കോപ്പറേഷനോട് കൂടിയായിരിക്കും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത്. നമ്മൾ അവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഒരിക്കലും ഫോഴ്സ്ഡ് ആയിട്ട് ഒബീഡിയൻസ് ഡിസിപ്ലിൻ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല. പക്ഷെ നമ്മളിവിടെ കൊടുക്കുന്നത് ഫ്രീഡം ആണ്. സോ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ ഫ്രീഡം അലോ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ഡിസിപ്ലിൻ ആയിട്ട് മാറും എന്നാണ് മോണ്ടിസോറി പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് കോപ്പറേഷൻ, എന്താണ് ഡിസിപ്ലിൻ. When the activity necessitates it, the child voluntarily work in a group and cooperate when they need to. അപ്പൊ നമ്മളൊരു വർക്ക് ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് വരുന്നുണ്ട്? കോപ്പറേഷൻ വരുന്നുണ്ട്. ദിസ് ഈസ് ദ ഔട്ട്കം ഓഫ് എ ഫ്രീ ലൈഫ് ആൻഡ് വിത്ത് ഫ്രീ ആക്ടിവിറ്റി. നമ്മൾ ഫ്രീഡം കൊടുക്കുന്നതിലൂടെ കിട്ടുന്നതാണ് ഈ കോപ്പറേഷൻ എന്ന് പറയുന്നത്. ഫ്രീ ആയിട്ട് അവർക്ക് ഓരോ ആക്ടിവിറ്റീസും എന്ത് ചെയ്യാനായിട്ട് പറ്റും, ചെയ്യാനൊക്കെ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ, സ്പോർട്സിൽ ഏറ്റവും കൂടുതൽ കോപ്പറേഷൻ ഉള്ള ഒരു ആക്ടിവിറ്റി ഏത് ടൈപ്പ് ഓഫ് സ്പോർട്സിനാണ് കുട്ടികൾ തമ്മിൽ നല്ല കോപ്പറേഷൻ വേണ്ടത്? ഏതൊരു ടീമായിട്ട് നമ്മൾ ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റീസിലും നല്ല കോപ്പറേഷൻ വേണം ഇല്ലേ? ടീമായിട്ട് നമ്മൾ എന്തൊരു ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിലും കുട്ടികൾ തമ്മിൽ നല്ല കോപ്പറേഷൻ വേണം. ഞാനൊരു ആക്ടിവിറ്റി പറയുകയാണെങ്കിൽ റിലേ ഉണ്ടല്ലോ. റിലേ എന്ന് പറയുന്ന ഒരു സ്പോർട്സ് ആക്ടിവിറ്റി അല്ലേ? ആരെങ്കിലും കളിച്ചിട്ടുണ്ടോ? റിലേയിൽ പങ്കെടുത്തിട്ടൊക്കെ ഉണ്ടോ? ഇല്ല. കബഡി ഇല്ല, ആരുമില്ല. ഓക്കെ, വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി, ടീം ആക്ടിവിറ്റി, ഗ്രൂപ്പ് സോങ്, ഗ്രൂപ്പ് ഡാൻസ് അങ്ങനെയൊക്കെ? ഓക്കെ, ഗ്രൂപ്പ് സോങ് ആയിരിക്കും. ഓക്കെ, നമ്മള് ഒരു ടീമായിട്ടൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ആ ടീമിലുള്ള എല്ലാവരും അവരുടെ എഫേർട്ട് ഫുള്ളായിട്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി എടുക്കണം. അപ്പൊ അവർ തമ്മിൽ നല്ല കോപ്പറേഷൻ ഉണ്ടാവും.
നല്ല കോപ്പറേഷൻ ഉണ്ടാവും. ടീം സ്പിരിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്തെടുക്കാൻ നോക്കാം. കോപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ തമ്മിൽ വോളണ്ടറി ഇവിടെ വർക്ക് ചെയ്യുന്നതിലൂടെ നമ്മൾ പുറത്ത് നോക്കുമ്പോൾ ഓരോ കുട്ടിയും ഓരോ ആക്ടിവിറ്റീസ് ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഒരു ഗ്രൂപ്പായിട്ട് ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് നല്ല കോപ്പറേഷനോട് കൂടി ആയിരിക്കും ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഡിസിപ്ലിൻ ആണ്. ദിസ് ഈസ് നോട്ട് എ ഫോഴ്സ്ഡ് ഒബീഡിയൻസ്. നമ്മളിവിടെ ഒരു കുട്ടിയെ നിർബന്ധിച്ച് ഫോഴ്സ്ഡ് ആയിട്ട് അനുസരിപ്പിക്കുന്നില്ല. ബട്ട് എ സോഷ്യൽ ഡിസിപ്ലിൻ വെയർ ബൈ എവരി വൺ സെലക്ട് ഹിസ് വർക്ക്. ഓരോ കുട്ടികളും ഓരോ വർക്ക് സെലക്ട് ചെയ്ത് ചെയ്യുന്നതിലൂടെ അവിടെ സോഷ്യൽ ഡിസിപ്ലിൻ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രാക്ടീസ് ചെയ്യിക്കുകയാണ്. ഡൂയിങ് ഡിഫറെന്റ് തിങ്സ് ബട്ട് ഓൾ വർക്കിംഗ് യൂണിറ്റ്. നമ്മളിപ്പോ കാണുമ്പോൾ കുട്ടികൾ എല്ലാവരും പല പല ആക്ടിവിറ്റീസ് ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ അവർ തമ്മിൽ നല്ലൊരു യൂണിസൺ ഉണ്ടാവും, ഒരു നല്ല കെട്ടുറപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല ഒത്തൊരുമ ഉണ്ടാവും, ഒരുമിച്ചായിരിക്കും ചെയ്യുന്നത്. ത്രൂ എക്സസൈസിങ് പേഷ്യൻസ് ആൻഡ് റെസ്പെക്ട് ഫോർ അതേഴ്സ്. ഞാൻ പറഞ്ഞു സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻസിന്റെ ക്വാളിറ്റീസിൽ വരുന്നതാണ് പേഷ്യൻസും മറ്റുള്ളവരുടെ റൈറ്റ്സ് റെസ്പെക്ട് ചെയ്യാനുള്ളത്. അങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നതിലൂടെ ദ ചിൽഡ്രൻ ലേൺ ടു വർക്ക് ഇൻ ആൻ ഓർഡർലി മാനർ. ഈ കുട്ടികൾ തമ്മിൽ നല്ല ഓർഡർലി മാനറിൽ വർക്ക് ചെയ്യാനായിട്ട് അവർ പഠിക്കുകയാണ്, ലേൺ ചെയ്യാണ്. പീസ്ഫുള്ളി ടുഗദർ, നല്ല പീസ്ഫുൾ ആയിരിക്കും. അതേപോലെ ഗെറ്റിംഗ് ഹാർമോണൈസ് ഡിസിപ്ലിൻ. അവർ തമ്മിൽ നല്ലൊരു ഐക്യത്തോടു കൂടി ഒരു ഡിസിപ്ലിൻ നമുക്ക് ഹാർമോണൈസ് ചെയ്യാനായിട്ട് പറ്റും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസിപ്ലിൻ ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. കുട്ടികള് നമ്മളുടെ ഫോഴ്സ്ഡ് ആയിട്ട് ഒബീഡിയൻസ് അല്ല ഫോളോ ചെയ്യുന്നത്. കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള വർക്ക് സെലക്ട് ചെയ്യാണ്. സോ ഇതിലൂടെ അവർ സോഷ്യൽ ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഡിഫറെന്റ് ആയിരിക്കും, ചെയ്യുന്ന കാര്യങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ അവരെല്ലാവരും ഒരുമിച്ചൊരു കാര്യം യൂണിസണോട് കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ വർക്ക് ചെയ്യുന്നതിലൂടെ അവർ പേഷ്യൻസും റെസ്പെക്റ്റും ലേൺ ചെയ്യുകയാണ്. സോ അവര് നല്ലൊരു നമ്മുടെ വർക്ക് ചെയ്യുന്നതിലൂടെ അവർക്ക് പേഷ്യൻസും റെസ്പെക്റ്റും അത്യാവശ്യം പീസ്ഫുള്ളും പിന്നെ നല്ല ഹാർമോണിയസ് ആയിട്ടുള്ള ഡിസിപ്ലിനും എന്ത് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ കുട്ടികൾക്ക് പറ്റും. നെക്സ്റ്റ് ആണ് സോഷ്യൽ സെന്റിമെന്റ്സ്. സോഷ്യൽ സെന്റിമെന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു ഗ്രൂപ്പായിട്ട് ഒരു കാര്യം ചെയ്യാണ്, അവിടെ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. നമ്മളുടെ ഗ്രൂപ്പിനോട് നമുക്ക് ഭയങ്കര കമ്മിറ്റ്മെന്റ് ആയിരിക്കും. നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ചെയ്യുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്, റിലേ ആണെന്ന് വിചാരിക്കും. റിലേയില് നമുക്കറിയാം 4 പേരാണ് തോന്നുന്നത് റിലേ പ്ലേ ചെയ്യുന്നത്. 4 പേരും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളാണ്. ഇനി ഒരാള് എങ്ങാനും ഇത്തിരി വീക്ക് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ആൾ അതെന്ത് ചെയ്യും, കോമ്പൻസേറ്റ് ചെയ്ത് അവരെങ്ങാനും കപ്പടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് എങ്ങാനും പ്രൈസ് കിട്ടുകയാണെങ്കിൽ അവർ തമ്മിൽ ഭയങ്കര പ്രൗഡും ഭയങ്കര ഹാപ്പി ആയിരിക്കും. അവിടെ ഇന്ന ആളുടെ വർക്ക് ഇന്ന ആളുടെ ഇത് എന്നൊന്നുമില്ല, അവർ നല്ലൊരു ഗ്രൂപ്പാണ്. ആ ഒരു വിക്ടറി അല്ലെങ്കിൽ ആ ഒരു എന്താണ് വിന്നിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കരമായിട്ട് പ്രൗഡ് ആയിട്ടുള്ള മൂവ്മെന്റ് ആയിരിക്കും. സോഷ്യൽ സെന്റിമെന്റ്സ് ഹാപ്പൻസ് when the child is proud and happy to belong to his group. അവരുടെ ഗ്രൂപ്പിലേക്ക് വന്നതിൽ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. There is a sense of unity. അവർ തമ്മിൽ നല്ല ഒത്തൊരുമ ഉണ്ടാവും. As the children is not only proud of his work but also achievement of the group. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ കലോത്സവങ്ങൾക്ക് പങ്കെടുക്കാറുണ്ട് അല്ലെ? അപ്പം കലോത്സവങ്ങൾക്കൊക്കെ പങ്കെടുക്കുമ്പോൾ കുട്ടികൾ വർക്ക് ചെയ്ത് അവർക്ക് ഫസ്റ്റ് കിട്ടുന്നതിനേക്കാൾ സന്തോഷമായിരിക്കും ആ കുട്ടിയുടെ സ്കൂളിലെ ബാക്കി എല്ലാ കുട്ടികൾക്കും അല്ലെങ്കിൽ സ്കൂളിൽ ഫസ്റ്റ് കിട്ടുന്ന വെച്ചത്. അപ്പൊ അവിടെ നമ്മളൊരു ഗ്രൂപ്പ് അച്ചീവ്മെന്റ് ആണ്. ഞാൻ എന്റെ കാര്യം നല്ല രീതിയിൽ അച്ചീവ് ചെയ്തു എന്ന് മാത്രമല്ല, എന്റെ ഒരു ക്ലാസ് എന്റെ ഒരു സ്കൂളിന് അതൊരു പേര് കിട്ടി. അവിടെ സ്കൂൾ ഫസ്റ്റ് ആവുമ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ആ ഒരു സന്തോഷം ഉണ്ടാവും. അവിടെ പങ്കെടുത്ത കുട്ടികൾക്കും എന്നിട്ട് പങ്കെടുത്തിട്ട് ഫസ്റ്റ് വന്ന കുട്ടികൾക്കും പങ്കെടുത്ത് പോയിന്റ്സ് സെക്കൻഡ് വന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു യൂണിറ്റി ഉണ്ടാവും, സെൻസ് ഓഫ് യൂണിറ്റി എന്തെങ്കിലും ഒത്തൊരുമയായിരിക്കും. കാരണം അവരുടെ ഗ്രൂപ്പ് അച്ചീവ് ചെയ്തല്ലോ, ഞാൻ തെറ്റിപ്പോയാലും എന്റെ ടീം ഫസ്റ്റ് ആയല്ലോ എന്നുള്ളൊരു എന്താ പറയുക പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരിക്കും എന്ത് ഈ സോഷ്യൽ സെന്റിമെന്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഒബീഡിയൻസ്. നമ്മൾ മോണ്ടിസോറി ക്ലാസ് ആണെങ്കിൽ നമ്മൾ ഒരിക്കലും ഫോഴ്സ്ഡ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഡിസിപ്ലിൻ ആവട്ടെ ഒബീഡിയൻസ് ആവട്ടെ ഫോളോ ചെയ്യുന്നില്ല. പക്ഷെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫ്രീഡം കൊടുക്കുന്നതിലൂടെ കുട്ടികളിൽ ഈ ഒരു ഒബീഡിയൻസ് ഓട്ടോമാറ്റിക്കലി വരാണ്. Children in Montessori classroom have happy, harmonized, peaceful with themselves. ഈ കുട്ടികൾ തമ്മിൽ നല്ല ഹാപ്പി ആയിരിക്കും, അതേപോലെ നല്ല ഐക്യം ഉണ്ടാവും, നല്ല പീസ്ഫുൾ ആയിട്ടായിരിക്കും അവര് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്.
നമ്മൾ ഇവിടെ ഒരിക്കലും ഫോഴ്സ്ഡ് ആയിട്ട് ഒബീഡിയൻസോ ഡിസിപ്ലിനോ ഫോളോ ചെയ്യുന്നില്ല. ദേ ആർ ഏബിൾ ടു മേക്ക് ഇൻസ്ട്രക്ഷൻ ഫ്രം ദർ ടീച്ചേഴ്സ്. അവര് എന്താണ് ഇൻസ്ട്രക്ഷൻസ് ടീച്ചേഴ്സിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ കിട്ടുന്ന അനുസരിച്ച് അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് നോട്ട് എ ഫോഴ്സ്ഡ് ഡിസിപ്ലിൻ ഓർ ഒബീഡിയൻസ്. നമ്മളുടെ ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഡിസിപ്ലിനോ ഒബീഡിയൻസോ അല്ല കുട്ടികളെ ഫോളോ ചെയ്യുന്നത്. ബട്ട് മോർ റാദർ ദാൻ ഇന്നർ ഡിസിപ്ലിൻ. ഇവിടെ നമ്മൾ കണ്ടുവരുന്ന ഒരു ഇന്നർ ഡിസിപ്ലിൻ ആണ് കാണുന്നത്. As the result of inner growth, the child are proud of being able to help their classmates. അപ്പോൾ ഇങ്ങനെ ഇന്നർ ഡിസിപ്ലിൻ വരുന്നതിലൂടെ കുട്ടികളുടെ ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യാനും മോറൽ ഹെൽപ്പും റെസിപ്രോക്കൽ ഹെൽപ്പ് ഒക്കെ ചെയ്യാനായിട്ട് അത് ഓട്ടോമാറ്റിക്കലി എന്താവാണ് തയ്യാറാകാണ്. ഇന്നർ ഗ്രോത്തിന്റെ റിസൾട്ട് ആണിത്. ഈ നമ്മൾ ഇന്നർ ഡിസിപ്ലിന്റെയും ഇന്നർ ഗ്രോത്തിന്റെയും റിസൾട്ട് ആണ് കുട്ടികൾ തമ്മിലുള്ള ഈ മോറൽ ഹെൽപ്പും അതേപോലെ തന്നെ റെസിപ്രോക്കൽ ഹെൽപ്പ് ഒക്കെ നമ്മൾ കാണുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഒബീഡിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഈ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഫോഴ്സ്ഡ് ആയിട്ടല്ല. മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഒബീഡിയൻസും ഡിസിപ്ലിനും ഫോഴ്സ്ഡ് അല്ല. പക്ഷേ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി ഈ ക്വാളിറ്റീസ് എല്ലാം അക്യൂർ ചെയ്യണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ട ഫ്രീഡം കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിലൂടെ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി എന്താണ് ഒബീഡിയന്റ് ആയിട്ട് മാറാണ്. ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻസ് അവർ ഫോളോ ചെയ്യുന്നു. നോട്ട് ഫോഴ്സ്ഡ് ആണ്, ഫോഴ്സ് ഡിസിപ്ലിൻ അല്ല, ഒബീഡിയൻസോ അല്ല. പക്ഷെ മോർ അവർ ഇന്നറിൽ നിന്ന് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഡിസിപ്ലിൻ ആണ്. അത് എന്തിന്റെ റിസൾട്ട് ആണെന്ന് വെച്ചാൽ ഇന്നർ ഗ്രോത്തിന്റെ റിസൾട്ട് ആണ്. ഈ ഒരു ഡിസിപ്ലിൻ വരാനുള്ളത് ഇന്നർ ഗ്രോത്തിന്റെ റിസൾട്ട് ആണ്. കുട്ടികള് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ നോർമലൈസ്ഡ് ആയിട്ട് മാറുമ്പോൾ കുട്ടികൾ കണ്ടുവരുന്ന ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ 2 ചാപ്റ്ററിലായിട്ട് പഠിച്ചു. ഏതെല്ലാമായിരുന്നു? കുട്ടികളുടെ നല്ല കോൺസെൻട്രേഷൻ ഉണ്ടാവും, നല്ല കോൺഫിഡൻസ് ഉണ്ടാവും, അതേപോലെ തന്നെ അവർക്ക് ഫ്രീ ആയിട്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റും, പിന്നെ പേഷ്യൻസ് ഉണ്ടാവും, റെസ്പെക്ട് ദ റൈറ്റ്സ് ഓഫ് അതേഴ്സ്, പിന്നെ ഒബീഡിയന്റ് ആയിരിക്കും, ഡിസിപ്ലിൻ ആയിട്ടുള്ള കുട്ടികളായിരിക്കും. ഒത്തിരി ക്യാരക്ടേഴ്സ് ഈ ഒരു എൻവയോൺമെന്റിലൂടെ കുട്ടികൾ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. When the children have apt environment and condition, മോണ്ടിസോറി ക്ലാസ് റൂം പോലത്തെ നല്ല ആപ്റ്റ് ആയിട്ടുള്ള എൻവയോൺമെന്റും കണ്ടീഷനും കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ they are able to involve their characters. അവരുടെ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. A person character is free, confident and resolved. ഈ കുട്ടികളുടെ ക്യാരക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രീ ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും, നല്ല സ്നേഹമുള്ള കുട്ടികളായിരിക്കും, നല്ല കോൺഫിഡന്റ് ആയിരിക്കും. കാരണം കുട്ടികൾ ചെറുപ്പത്തിലെ തന്നെ ഓരോ ആക്ടിവിറ്റീസും ചെയ്ത് അത് എന്ത് ചെയ്യാനും അതേപോലെ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് കിട്ടും. അല്ലെങ്കിൽ ഈ കുട്ടികൾ കോൺഫിഡൻസ് ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് ഫെയിൽ ഒക്കെ ആവുമ്പോൾ അവർക്ക് എന്താണ് ഈ സൂയിസൈഡ് ടെൻഡൻസി ഒക്കെ വരുന്നത്. ഓക്കെ, അങ്ങനെ ഒന്നും ഇല്ലാത്ത നല്ല കുട്ടികളായിരിക്കും ആര് ഈ മോണ്ടിസോറി ക്ലാസ് റൂമിൽ. പിന്നെ ദൃഢനിശ്ചയം, റിസോൾട്ട് എന്ന് ഉദ്ദേശിക്കുന്ന കറക്റ്റ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള ആ ഒരു റൈറ്റ്സ് ആണ്. നല്ല കറക്റ്റ് ആയിട്ട് അവർക്ക് എന്ത് ഉണ്ടാവും, തീരുമാനങ്ങൾ അവരെടുക്കുന്ന തീരുമാനങ്ങൾ കറക്റ്റ് ആയിരിക്കും. ഇതൊക്കെയാണ് കുട്ടികൾ കണ്ടുവരുന്ന മോണ്ടിസോറി ക്ലാസ് റൂമിൽ കണ്ടുവരുന്ന എന്ത് ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. ബാക്കി നമ്മൾ പറയുന്നില്ല എന്നുള്ളൂ. പക്ഷേ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ ക്വാളിറ്റീസ് എല്ലാം ആർക്കുണ്ടാവും, ഈ സൊസൈറ്റി ഓഫ് പൊല്യൂഷനിൽ ഉള്ള കുട്ടികൾക്ക് ഉണ്ടാകും. The formation of these qualities come from experience and exercise. It is cannot be taught. നമ്മൾ ചിന്തിച്ച് നമുക്കൊരു കാര്യം ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഒന്നും ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. ത്രൂ എക്സ്പീരിയൻസിലൂടെയും എക്സസൈസിലൂടെയും അവര് എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നതിലൂടെയും അവര് അത് പ്രവർത്തിക്കുന്നതിലൂടെയുമാണ് അവർക്ക് ഈ പറഞ്ഞിട്ടുള്ള ക്വാളിറ്റീസ് എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്തു വരുന്നത്. Therefore, children must get the opportunity to exercise to form ക്യാരക്ടർ. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ അവരുടെ ക്യാരക്ടേഴ്സ് ഫോം ചെയ്യാനായിട്ട് ഇതെല്ലാം ഹെൽപ്പ് ചെയ്യുന്നത്, ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാണ്. ദേ മസ്റ്റ് ലേൺ ടു ടേക്ക് ദേഴ്സ്. അവര് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് പഠിക്കുന്നുണ്ട്. ഓൺ ഡിസിഷൻ, അവർ സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കാൻ പഠിക്കുന്നുണ്ട്. വെൻ ദേ ഡിസൈഡ് ആൻഡ് സെലക്ട് ഫോർ ദംസെൽഫ്. നമ്മൾ മെറ്റീരിയൽസ് ആണ് കൊടുക്കുന്നെങ്കിൽ പോലും അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് എന്ത് ചെയ്യാനായിട്ട്, ഏത് മെറ്റീരിയൽസ് വേണം എന്നുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് അവർക്ക് പറ്റുന്നുണ്ട്. അവർക്ക് എടുക്കാനും അത് സെലക്ട് ചെയ്യാനൊക്കെ ഉള്ള ക്വാളിറ്റീസ് നമ്മൾ ചെറുപ്പത്തിലേ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ചെറുപ്പം മുതലേ നമ്മൾ ഈ ക്വാളിറ്റീസ് നല്ല കാര്യമാണ്. കാരണം കുട്ടികളെ ഓരോ കാര്യങ്ങൾ സ്വയമേ തീരുമാനിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങളിൽ സ്വയമേ സെലക്ട് ചെയ്യാനും അവരെ നമ്മൾ ചെറുപ്പത്തിൽ ശീലിപ്പിക്കണം. അപ്പൊ അവർക്ക് നല്ല കോൺഫിഡൻസും നല്ല ദൃഢനിശ്ചയം ഉള്ള കുട്ടികളായിരിക്കും
എവിടെ നിന്ന് വരുന്നത്? മോണ്ടിസോറി ക്ലാസ് റൂമിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന കുട്ടികൾ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് മോണ്ടിസോറി ക്ലാസ് റൂമിലെ കുട്ടികളുടെ ക്വാളിറ്റീസ് ആണ്. ഏതെല്ലാം ക്വാളിറ്റീസ് ആണ് പറഞ്ഞത്? നല്ല കോപ്പറേഷൻ ഉള്ള കുട്ടികളായിരിക്കും, ഈ കുട്ടികൾ തമ്മിൽ നല്ല കോപ്പറേഷൻ ആയിരിക്കും, നല്ല ഡിസിപ്ലിൻ ഉണ്ടാവും, പിന്നെ സോഷ്യൽ സെന്റിമെന്റ്സ് ഉള്ള കുട്ടികളായിരിക്കും, നല്ല ഒബീഡിയന്റ് ആയിട്ടുള്ള കുട്ടികളാണ്, നല്ല നല്ല ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും, ഈ കോൺഫിഡൻസ്, നല്ല കോൺസെൻട്രേഷൻ ഉള്ള കുട്ടികൾ, പേഷ്യൻസ് ഉള്ള കുട്ടികളായിരിക്കും, റെസ്പെക്ട് ദ റൈറ്റ് ഓഫ് അതേഴ്സ്. ഒത്തിരി ക്യാരക്ടേഴ്സ് നമുക്ക് ഈ മോണ്ടിസോറി ക്ലാസ് റൂമിലെ കുട്ടികളിൽ കാണാൻ പറ്റും. സോ ഞാൻ എടുത്ത ചാപ്റ്ററിന്റെ പേര് സൊസൈറ്റി ഓഫ് കൊഹീഷൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു പോർഷനിലേക്ക് സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഇത് സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയുന്നത്. ഒന്ന് നന്നായിട്ട് അടുത്ത പോർഷൻസ് ഈ കോപ്പറേഷൻ ഡിസിപ്ലിനും സോഷ്യൽ സെന്റിമെന്റ്സ് ഒക്കെ ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ.
റീഡ് ചെയ്ത് നോക്കിയോ നിങ്ങള്? സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, നന്നായിട്ടൊന്ന് റീഡ് ചെയ്യുക, മോക്ക് ടെസ്റ്റ് കൊടുക്കാം. നോർമലൈസേഷനും ഡീവിയേഷനും മോക്ക് ടെസ്റ്റ് കിട്ടിയോ? ഓക്കെ, അപ്പൊ സ്റ്റേറ്റ് ഓഫ് പൊസിഷന് മോക്ക് ടെസ്റ്റ് കൊടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ. ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ. നന്നായിട്ട് റീഡ് ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക് യു. താങ്ക് യു മിസ്. നിങ്ങൾ